ഹലോ സതീഷേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ലേഡീസിനെ പറ്റിക്കുന്നത്? സിറ്റി ഫാസ്റ്റ്, എല്ലാ ബസിന്റെ മേലെയും സിറ്റി ഫാസ്റ്റ് എഴുതിയാ മതിയല്ലോ അല്ലേ? അപ്പൊ ഓർഡിനറി ബസ് എങ്ങനെയാന്ന് നമ്മൾ കണ്ടെത്തുക? ഒന്ന് അതും കൂടി പറഞ്ഞു തരണം. എന്താ അല്ലേ പ്രബുദ്ധ മലയാളികളെ പറ്റിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ആളില്ലു. എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങള്. KSRTC-യില് ഫ്രീ യാത്ര സ്ത്രീകൾക്ക്. ഇനി എല്ലാ KSRTC നല്ല ചൊറിച്ചിലുണ്ടല്ലേ. ഒഴിഞ്ഞു പോയിരുന്ന മാന്തൂട് ഒരു നിവൃത്തിയില്ല മോളെ. നിന്നെപ്പോലുള്ള സംഘിണികൾക്ക് ഇതിൽ വിഷമമുള്ളൂ. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ പാവപ്പെട്ടവർ, രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഭയങ്കര ഹാപ്പിയാണ്. അത് ഇന്നലെ ഇന്നുമായിട്ട് ഈ കേരളത്തിൽ KSRTC-യിൽ ഇന്നലെ മാത്രം എത്ര സ്ത്രീകൾ കയറിയെന്നില്ല കണക്കെടുത്താൽ മതി. ചേച്ചി ഒരു നിവൃത്തിയില്ല. നിങ്ങളെ ഈ ചൊറിച്ചിൽ ഈ വീഡിയോ കണ്ടറിയാം ചേച്ചി ഭയങ്കര അസ്വസ്ഥയാണെന്നല്ലേ നമുക്ക് മനസ്സിലായി. പിന്നെ വേറെ കാര്യം കേട്ടോ, നിങ്ങൾ BJP നരേന്ദ്രമോദി അന്ന് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് നിങ്ങളെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എന്താ പറഞ്ഞിരുന്നത്? പെട്രോൾ വില 50 രൂപക്ക് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങളെ ഗവർണറും സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു വി എസ് ശ്രീധരൻപിള്ളിയോട് അന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു എന്നറിയോ? ഇതൊന്ന് കേട്ടോക്കാം. അത് ഇലക്ഷൻ സമയത്ത് പറയുന്ന ആരെങ്കിലും ഇലക്ഷനിലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ അല്ല കരോട്ടെടുക്കണ്ട. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ അവിടെ സോഷ്യലിസം തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും, ഗരീബി ഹടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് ആ സമയത്ത് 50 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ആ പ്രാധാന്യം. ഇനി ചേച്ചി ഒരു കാര്യം ചെയ്തോ, ഒഴിഞ്ഞിരുന്ന് മാന്തൂടെ വേറെ നിവൃത്തിയൊന്നും നല്ല വിഷമം ഉണ്ടല്ലേ. ആ വീഡിയോ കണ്ടറിയാം ചേച്ചിക്കുള്ളിൽ നല്ല വിഷമം ഉണ്ടെന്നില്ലേ. ഒരു നിവൃത്തിയില്ല ചേച്ചി, ഒരു നിവൃത്തിയില്ല. ഒഴിഞ്ഞിരുന്ന് മാന്തൂടെ, അല്ലാതെ പോയി നമ്മളാലൊരു നിവൃത്തിയില്ല.